കോൺഗ്രസ് നേതാവും നിലമ്പൂരിൽ 2021 മത്സരിച്ച വി പ്രകാശിന്റെ മരണത്തിന് കാരണം ആര്യാടൻ ഷൗക്കത്താണ്. വേറാരുമല്ല വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിൽ നിന്ന് UDFകാർ ചാടിച്ചു കൊണ്ടുപോയ PV അൻവർ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഞാൻ പലരുടെയും വീട്ടിലേക്ക് വോട്ട് ചെയ്യിക്കണമല്ലോ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വി പ്രകാശ്. 2016 ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു അല്ലേ. 2021 DCC പ്രസിഡൻ്റായിരുന്ന എൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള VD സതീശനായിരുന്നു, വി പ്രകാശായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കേരളത്തിലെ ആരൊക്കെയായിരുന്നു ആര്യാടൻ്റെ വീട്ടിൽ പോയിരുന്നു നിങ്ങൾക്കറിയാലോ. അങ്ങനെ അനുനയിപ്പിച്ച് എല്ലാം സെറ്റിലായി എന്ന് നിങ്ങൾ വാർത്ത കൊടുത്ത് UDFൻ്റെ ആദ്യത്തെ പൊതുയോഗത്തിലേക്ക് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൗക്കത്ത് കയറി വരുമ്പോൾ ബഹുമാനിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഈ പറയുന്ന വി പ്രകാശ് ഇറങ്ങിച്ചെന്ന് കൈ കൊടുത്തപ്പോൾ കൈ തട്ടിപ്പോയവനാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത്. അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത്. മനസ്സിലായില്ലേ? ആ വീട്ടിൽ ഞാൻ പോകാതിരിക്കുമോ? ഞാൻ നോമിനേഷൻ കൊടുത്താൽ ആദ്യം പോയിട്ട് അവരോട് തന്നെയല്ലേ ഞാൻ വോട്ട് ചോദിക്കേണ്ടത്. ഞാനന്ന് ആഫ്രിക്കയിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ തലേ ദിവസമാണ്. ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ 36 മണിക്കൂറൊന്ന് വിമാനത്തിലിരിക്കണം. ആ വിമാനം ഇറങ്ങി 1.5 ദിവസം ഉറക്കൊഴിച്ച് എയർപോർട്ടിൽ നിന്നും ഞാൻ ആ ഇട്ട ഡ്രസ്സിലാണ് ആ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്നോട് എന്താ പറഞ്ഞറിയോ? ഇദ്ദേഹം മരിച്ച ദിവസം രാത്രി 1:30 മണിക്കാണ് വിവരം കിട്ടിയിട്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വരുന്നത്. ഈ ശവം ബോഡി കണ്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് മാറി നിന്ന് ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആരാ പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധു, ഒരേ രക്തം, ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു വണ്ടിമ്പലയും നീങ്ങിയല്ലോ എന്ന സന്തോഷത്തിൽ 10 മിനിറ്റ് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് പോവുകയാണ്. പിന്നെ ഈ ശരീരമെടുക്കാനുള്ള ആശുപത്രിയിലെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്തി രാവിലെ 7:30 മണിക്ക് ഈ പറയുന്ന വ്യക്തി വരുന്നു. എൻ്റെ വാക്കല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വാക്കാണ്. അപ്പോൾ എന്താ പറഞ്ഞറിയോ? രാവിലെ മറ്റൊരു ഷർട്ട്, അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ അനുശോചന യോഗത്തിൽ അദ്ദേഹം കുളിച്ച് കുട്ടപ്പനായി വരുമ്പോൾ മറ്റൊരു ഷർട്ട്, അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അൻവർക്ക ഇങ്ങനെ സാധിക്കുക? അദ്ദേഹം ആസ്വദിക്കുകയല്ലേ, ഏട്ടനെ ഞങ്ങളെയും കൊന്നതല്ലേ എന്ന് വിശ്വസിക്കുന്നു ആ കുടുംബം. മനസ്സിലായോ? ആ കുടുംബത്തിൻ്റെ വേദന നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ കാണാതിരിക്കുമോ? ആ കുടുംബം കാണാതിരിക്കുമോ? അപ്പോൾ ആ വീട്ടിൽ ഞാൻ പോവില്ലേ? കാര്യം സീനാണ് മക്കളെ. ഇന്നിപ്പോൾ വി പ്രകാശിന്റെ വീട് സന്ദർശിക്കാൻ പോകുന്നുണ്ടെന്നും അൻവർ പറയുന്നു. കാര്യം അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യമൊരുക്കിയത് അത് ആര്യാടൻ ഷൗക്കത്തിന്റെ കാലുവാരലായിരുന്നു എന്നും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ആര്യാടൻ ഷൗക്കത്ത് അവിടെ നെറുകെട്ട പ്രവർത്തനം നടത്തിയെന്നും UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് അൻവർ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതിന് ആര് മറുപടി പറയും? സംഭവം അൻവർ ഇങ്ങനെ വിശദീകരിക്കുമ്പോഴും നേരത്തെ നിലമ്പൂരിൽ വി പ്രകാശ് മത്സരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ പരസ്യമായി വേദിയിൽ വെച്ച് ആര്യാടൻ ഷൗക്കത്ത് അപമാനിക്കുന്നതിൻ്റെ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ എവിടെയൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇത് പോരാഞ്ഞിട്ട് നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച സന്ദർഭത്തിൽ വി പ്രകാശിൻ്റെ മകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റും ഏറെ ചർച്ചയായിരുന്നു. ആ നിലയ്ക്ക് അൻവർ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിക്കെതിരെ തൊടുത്തു വിട്ടിരിക്കുന്ന ആ അസ്ത്രം ചില്ലറ ഡാമേജ് അല്ല ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെതിരെ ലീഗിലെ പല അണികൾക്കും ഒപ്പം പാണക്കാട് തങ്ങന്മാർക്കെതിരെ വളരെ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ കോൺഗ്രസ് നേതാവിൻ്റെ മരണത്തിൽ കൂടി ഉത്തരവാദിയാണെന്ന ആരോപണത്തിലേക്ക് PV അൻവർ കൊണ്ടു ചെന്നെത്തിക്കുമ്പോൾ അടിമുടി പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അൻവറിനെ പിണക്കി വിട്ടതോടുകൂടി നേരത്തെ പിണറായിസം എന്ന് പറഞ്ഞു നടന്ന അൻവർ പരിപൂർണമായി ഇപ്പോൾ കോൺഗ്രസിന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. സതീശനെതിരെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് കോൺഗ്രസ് ക്യാമ്പിനകത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ലീഗും കടുത്ത അമർഷത്തിലാണ്. PV അൻവറിനെ അനുനയത്തിലൂടെ UDFൻ്റെ ഭാഗമാക്കാൻ ലീഗ് പരിശ്രമിച്ചെങ്കിലും അതിന് സതീശൻ വഴങ്ങാതായതോടെയാണ്
അൻവർ UDF-നെതിരെയും പടയൊരുക്കം ആരംഭിച്ചത്. തനിക്ക് മുൻകാലങ്ങളിൽ അറിയാമായിരുന്ന പല സത്യങ്ങളും പരസ്യമായി വിളിച്ചു പറഞ്ഞു തുടങ്ങി. ഇതോടെ മണ്ഡലത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ UDF ക്യാമ്പ് അടിമുടി പ്രതിസന്ധിയിലാണ്. ഇതിനോടൊപ്പം ലീഗ് കൂടി ഇടഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ നിലമ്പൂർ പ്രചരണം അടിമുടി താളം തെറ്റിയ അവസ്ഥയിലെത്തി എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്.